നമസ്കാരം. പല കാരണങ്ങൾ കൊണ്ടും ഒരാൾക്ക് ഉണ്ടാവുന്ന ഒരു സാധാരണ പ്രശ്നമാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന വേദന. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ജോലി സ്ഥലത്തെ അധികമുള്ള ഭാരം കൊണ്ടോ, ജോലിയുടെ ഭാരം കൊണ്ടോ, അതല്ലെങ്കിൽ പരിക്കുകൾ മൂലമോ, മറ്റുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ തന്നെയാവാം. ഇനി അതും അല്ലെങ്കിൽ ദൈർഘ്യമേറിയിട്ടുള്ള ജിം വർക്കൗട്ടുകൾ ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ കായികാധ്വാനം കൂടുതലുള്ള മറ്റുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നവർക്കോ അവർക്കൊക്കെ തന്നെ ഈ ഒരു ശരീരവേദന എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളതാണ്. സാധാരണയായിട്ട് നമുക്ക് ഇത്തരം ശരീരവേദനകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? വേദന സംഹാരി ഗുളികകളെ ആശ്രയിക്കും. എന്നാൽ ഇത് ഒരുപാട് നാൾ ഇത് തന്നെ ആശ്രയിച്ചിരുന്നാൽ നമുക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രകൃതിയിലോട്ട് തിരിഞ്ഞു നോക്കാം. അതിൽ തന്നെ നമുക്ക് ആയുർവേദത്തിൽ തയ്യാറാക്കുന്ന ഒത്തിരിയേറെ എണ്ണക്കൂട്ടുകൾ ഇത്തരം വേദന, നീർക്കെട്ട്, അല്ലെങ്കിൽ മസിൽ കയറുന്ന പ്രശ്നങ്ങൾ, തരിപ്പ്, മരവിപ്പ്, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 10ഓളം ആയുർവേദ കൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പലർക്കും ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്തോ പ്രവാസികൾക്കോ ഒക്കെ തന്നെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലും എന്നാൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന പെയിൻ ബാമുകൾ, ആയുർവേദ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്ന പെയിൻ ബാമുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കൂട്ടുകളും ഇതിലുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഒന്നാമത്തേത് കോട്ടക്കലിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ്, കോട്ടക്കൽ പെയിൻ ബാം എന്നുള്ളത്. ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, നീർക്കെട്ട്, സന്ധിവേദന, തലവേദന, അങ്ങനെയുള്ള എല്ലാ വേദനകളും, മസിൽ പെയിന്, അതുപോലെ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലോ, കാല് മടങ്ങി പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദനയോ, ഉളുക്ക്, അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇത്തരം അവസ്ഥയിലൊക്കെ ഉപയോഗിക്കാം. ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി കൂട്ടാനും മസിലിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരു 25 ഗ്രാമിന് ഒരു 80 രൂപയൊക്കെ തന്നെ വില വരുന്നുള്ളൂ. ഇതിൽ മഹാനാരായണ തൈലം, ക്ഷീരബല, ചിഞ്ചില്യ, കർപ്പൂരം, മെന്തോള്, യൂക്കാലിപ്റ്റസ് ഓയിൽമെൻറ്റ് ബേസ്, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ്. അതുപോലെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മേൽപ്പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പെട്ടെന്നൊരു റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനും എളുപ്പമാണ്, വളരെ ഫാസ്റ്റ് റിസൾട്ടും കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ഇത് കോട്ടക്കലിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇത്തരം പ്രോഡക്റ്റുകൾ. അതുപോലെ തന്നെ കോട്ടക്കലിൻ്റെ റൂക്കോട്ട് ലിനമെൻ്റ് ആണ് ഇത്. ഈ ലിനമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പുറമെ പുരട്ടാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ്. പിന്നെ ഇത് തൈലമൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, തൈലം എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രീസി ആയിട്ടും സ്റ്റിക്കി ആയിട്ടും ഒക്കെ ഇരിക്കും. എന്നാൽ അതിൽ നിന്നും കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോമിലും, എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വേദന പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്നതാണിത്. അതിന് നല്ല വേദനയുള്ള സമയത്തും, ചിലർക്കാണെങ്കിൽ നല്ല ചുമന്ന കളറിൽ വളരെ തടിപ്പോട് കൂടിയിട്ട് ഒരു അസഹ്യമായിട്ടുള്ള വേദനയൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മാത്രം ആശ്രയിക്കരുത്. നേരിട്ട് ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം, റൂട്ട് കോസ് കണ്ടെത്തി ട്രീറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ചതവോ അല്ലെങ്കിൽ മുറിവോ, പെട്ടെന്ന് ഉണ്ടാവുന്ന വേദനയോ, അസഹ്യമായിട്ടുള്ള വേദനയോ ഒക്കെ കുറയ്ക്കാനൊരു മരുന്ന് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ കരുതാവുന്ന കാര്യങ്ങളാണ്. ഈ ലിനമെൻ്റ് ആയാലും തന്നെ ഒരുപാട് ഉപയോഗിക്കേണ്ട, അത്യാവശ്യം തീക്ഷ്ണമായിട്ടുള്ളതായതുകൊണ്ട് ഒരു 2-3 തുള്ളിയൊക്കെ തന്നെ ദിവസത്തിൽ ഒരു 2 നേരമായിട്ട് ആ അഫക്റ്റഡ് ഏരിയയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദേവതാരം, ആര്യവേപ്പ്, പച്ചക്കർപ്പൂരം, പുതിന സത്ത്, ഗന്ധപൂര പത്രതൈലം തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ആയുർവേദ മരുന്നുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ലിനമെൻ്റ് എന്നുള്ളത്. എന്നാൽ ഈ റൂക്കോട്ട് പ്ലസ് ക്രീം തന്നെയുണ്ട്. ഇതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൽ ഒരു ക്രീം രൂപത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ട്യൂബിൽ വരുന്ന ഒന്നാണിത്. ഇതായാലും ഇതിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഓയിൽമെൻറ്റ് രൂപത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതും കോട്ടക്കലിൻ്റെ ഈ ഒരു റൂക്കോട്ട് പ്ലസ് ക്രീം ആയാലും ഈ വേദനയുള്ള ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ധിവേദനയോ, അല്ലെങ്കിൽ ബാക്ക് പെയിന്, തോളലിൽ ഒക്കെ ഉണ്ടാവുന്ന കഴുത്ത് വേദന, ഇതുപോലെയുള്ള എല്ലാവിധ വേദനകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നാലാമത്തേത് AVPയുടെ പ്രൊഡക്റ്റാണ്. AVPയുടെ മുറിവെണ്ണ ബാം എന്ന് പറയും. മുറിവെണ്ണ എന്തിനാണ് ഉപയോഗിക്കണത് എന്നുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം മുറിവെണ്ണയുടെ ഉപയോഗങ്ങളെ കുറിച്ചിട്ട്. ഇത് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. വീട്ടിൽ മുറിവെണ്ണ ഇല്ലാത്തവരായിട്ട് ഉണ്ടാവില്ല, അതുപോലെ ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒട്ടും നീറ്റലൊന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന ഒരു ബാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കളിക്കുമ്പോൾ വീണിട്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളോ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലീഡിങ് ആയാലും വന്നിട്ടുണ്ടെങ്കിലും അത്തരം ഭാഗങ്ങളിലും ചോര പൊടിഞ്ഞിട്ടുള്ള അവസ്ഥയൊക്കെ
ഉണ്ടെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു മുറിവിനെ ഉണക്കാനും പറ്റും. അതുപോലെ ഉണ്ടാവുന്ന അവിടെയുള്ള തടിപ്പും വേദനയും നീരൊക്കെ കുറയ്ക്കാനും പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് AVPക്ക് ആര്യവൈദ്യ ഫാർമസിക്ക് മാത്രമല്ല, ഇത് മറ്റു കോട്ടയ്ക്കിൽ ഇറക്കുന്നുണ്ട് ഇതുപോലെയുള്ള ബാം. അതുപോലെ സീതാറാമിൻ്റെ മുറിവെണ്ണ ഓയിൽമെൻ്റ് ഉണ്ട്. ഇങ്ങനെ ലീഡിങ് ആയിട്ടുള്ള കുറച്ച് നല്ല ബ്രാൻഡുകളുടെ തന്നെ അവർ ഇറക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉള്ള അല്ലെങ്കിൽ മുറിവ് ഉണക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ട്രോമാറ്റിക് ഇഞ്ചുറി അല്ലെങ്കിൽ ചതവ്, അവിടെ രക്തം കല്ലിച്ചിട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേറെ നിങ്ങൾക്ക് ഗുണം വരുന്ന ഒരു ഓപ്ഷനാണ് ബെഡ് സോർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള വ്രണങ്ങളൊക്കെ പൊട്ടും പഴുക്കും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനി വ്രണം വന്നിട്ടുള്ളവർക്കായാലും അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ഈ ഒരു AVPയുടെ ഈ ഒരു ഓയിൽമെൻറ്റ് ഉപയോഗിക്കുന്നത് ഒട്ടും മുറിവിലൊന്നും ആയാലും നമുക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബെറ്റാഡിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേണിംഗ് സെൻസേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ സേഫായിട്ട് ഉപയോഗിക്കാം. ഏറ്റവും നമുക്ക് രോഗികൾ ഏറ്റവും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഈ ബെഡ് സോർ കേസിലാണ്. കറ്റാർ വാഴ, വെറ്റില, മുരിങ്ങ, ഉങ്ങ് ഇങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ മരുന്നുകളുടെ കൂട്ട് തന്നെയാണ് കേട്ടോ ഇതിലും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചതവും ഒടിവും തട്ടലും മുട്ടലും ഒക്കെ തന്നെ സർവ്വസാധാരണമാണ്. അപ്പോൾ അവർക്കൊക്കെ തന്നെ എപ്പോഴും നിങ്ങളുടെ കിറ്റിൽ കരുതാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അതുപോലെ തന്നെ വൈദ്യരത്നത്തിൻ്റെ 5ാമത്തെ പ്രോഡക്റ്റാണ് റെക്കോപീൻ എന്നുള്ളത്. ഇത് വേദന, സന്ധിവേദന, അതുപോലെ ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന വേദന മാത്രമല്ല, ഇതിൽ സ്പ്രെയിന് അല്ലെങ്കിൽ തലവേദന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്ക് പെയിനും ആർത്രൈറ്റിക് ഇഷ്യൂസും ഒക്കെ മാറ്റാൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതുകൊണ്ടും നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതുമാണ്. ഇതിൽ കർപ്പൂരം, മിൻറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഭാഗങ്ങളിൽ ശരീരത്തിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതും തന്നെ ഓയിൽമെൻറ്റ് രൂപത്തിലാണ് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ തന്നെ റെക്കോപൈൻ്റെ തന്നെ സെയിം വൈദ്യരത്നത്തിൻ്റെ സ്പ്രേയും ഉണ്ട്. ഈ രണ്ടും നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമായിട്ടുള്ളതാണ്, ബാഗിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള തൈലങ്ങളോ അല്ലെങ്കിൽ ഇത്തരം നാച്ചുറൽ പ്രകൃതിയിലെ ഓരോ ഔഷധ സസ്യങ്ങളെ പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള മരുന്ന് ഏതെങ്കിലും പറയുമോ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ 5 മരുന്നുകളും തന്നെ. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അതിന് പുറമെ നമുക്ക് വേദാത്മികയുടെ തന്നെ ഒരു പെയിൻ ബാം ഉണ്ട്. അത് ഡോക്ടർ വിദ്യാലക്ഷ്മി ഇറക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഞാനിതിൽ കൊടുക്കാം. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇത്രയും മെഡിസിൻസൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നതാണല്ലോ, ഈ പെയിൻ ബാമുകളൊക്കെ. ഇനി അതിനൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 2 മാർഗം കൂടെ പറയട്ടെ. ഉപ്പുവെള്ളം കൊണ്ട് ഒന്ന് അത്തരം ഭാഗങ്ങളിൽ പിടിക്കുന്നത് വേദനയും നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ പേശി വേദനയായാലും നല്ല വേദനയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞൊരു മാർഗ്ഗമാണ്. ഇത് ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുന്നതിനും പേശിയുടെ വേദനയിൽ നിന്നൊക്കെ ഒരു മോചനം തരുന്നതാണ്. പണ്ട് മുതൽക്കേ പേര് കേട്ടൊരു രീതിയാണിത്. ചൂടുവെള്ളം പേശികളുടെ സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യായാമം അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ മൂലമുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗം ഇത് തന്നെയാണ്. ഇതിന് ഉപ്പുവെള്ളം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് കലർത്തിയിടുക. എന്നിട്ട് വേദനയുള്ള ശരീരഭാഗം ഈ വെള്ളത്തിൽ ഒരു 15-20 മിനിറ്റ് നേരം മുക്കിപ്പിടിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു തോർത്തിലോ വെള്ളത്തിൽ ചൂടോടെ തന്നെ മുക്കിപ്പിഴിഞ്ഞ് ആ ഭാഗങ്ങളിൽ ചൂട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന ബക്കറ്റിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് കുളിക്കുന്നതും ശരീരത്തിലെ വേദനയും നീർക്കെട്ടും ഒക്കെ മാറ്റാനും നല്ലൊരു ഊർജ്ജസ്വലത കൈവരിക്കാനും ഒക്കെ സഹായിക്കുന്ന എളുപ്പ വഴിയാണ്. ഈ പേശീൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനുള്ള ഒരു മികച്ച മാർഗ്ഗമാണ് ഈ ഹോട്ട് കംപ്രസ് കേട്ടോ. അതായത് ചൂട് പിടിക്കുന്നത് വേദനയുള്ള പേശികൾക്ക് പ്രത്യേകിച്ചും ഫലപ്രദമായിട്ടുള്ളതാണ്. എന്തെങ്കിലും പരുക്കുകൾ മൂലമാണ് വേദന ഉണ്ടാകുന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാം. വേദനയുള്ള ഭാഗങ്ങളിൽ ചൂട് എന്തെങ്കിലും കിഴി പോലെയോ ഒക്കെ നനച്ച ടവലോ ഒക്കെ തന്നെ പിടിച്ചിട്ട് പിടിക്കാം. അല്ലെങ്കിൽ ഉളുക്ക് മൂലമുണ്ടാകുന്ന വേദനയ്ക്കും വീക്കത്തിനും ഒക്കെ ഐസ് പാക്ക് മികച്ച രീതിയിൽ നമുക്ക് എഫക്റ്റ് തരുന്നുണ്ട്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മരവിപ്പിക്കുകയും രക്തസ്രാവം കുറയ്ക്കുകയും ചെയ്തിട്ട് പേശിവേദനയും സന്ധിവേദനയും മുറിവൊക്കെ കഠിന രീതിയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതുപോലെ വേദന സംഹാരിയായിട്ടും ആൻറ്റി
ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി. ഇത്തരം വേദനകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഞാനൊരു 0 കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ചതച്ച് വെള്ളം ഇട്ടിട്ട് കുടിക്കുന്നത് ഇതുപോലെയുള്ള ആ ഒരു വേദനയും നീർക്കെട്ടും പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗ്ഗമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള 5 ലീഡിങ് ബ്രാൻഡുകളുടെ 5 പെയിൻ ബാമിനെ കുറിച്ചിട്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോർത്താൽ മെഡിസിൻ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന 1-2 കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.